മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായി ദേവേന്ദ്ര ഫട്നാവിസ് നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. ആസാദ് മൈതാനിൽ നാളെ വൈകുന്നേരം 5-നാണ് സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഈ ചടങ്ങിൽ സംബന്ധിക്കുമെന്നാണ് സൂചനകൾ. കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമന്റെയും ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണിയുടെയും നേതൃത്വത്തിൽ ചേർന്ന കോർ കമ്മിറ്റി യോഗം ഐക്യകണ്ഠേന ഫട്നാവിസിനെ ഔദ്യോഗികമായി തെരഞ്ഞെടുക്കുകയായിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ നേതൃത്വത്തിൽ വമ്പൻ വിജയമാണ് മഹായുതി സഖ്യം നേടിയത്. ഇതിനെ ചുക്കാൻ പിടിച്ചത് ദേവേന്ദ്ര ഫട്നാവിസ് എന്ന 54-കാരൻ. ശക്തനായ നേതാവായും കാര്യക്ഷമമായ ഭരണത്തിനും പേരുകേട്ട ഫട്നാവിസ് ഏക്നാഥ് ഷിൻഡെയുടെ മന്ത്രിസഭയിൽ ഉപമുഖ്യമന്ത്രി സ്ഥാനമാണ് വഹിച്ചിരുന്നത്. 2014 മുതൽ 2019 വരെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായിരുന്നു. BJPയുടെ വാർഡ് പ്രസിഡന്റായാണ് അദ്ദേഹം പൊതുജീവിതം ആരംഭിച്ചത്. പിന്നീട് വളർച്ചയുടെ കാലഘട്ടമായിരുന്നു. അങ്ങനെ ഫട്നാവിസ് യുവമോർച്ചയുടെ നാഗ്പൂർ ജില്ലാ പ്രസിഡന്റായി ചുമതലയേറ്റു. 1997-ൽ 27 വയസ്സുള്ളപ്പോൾ ഫട്നാവിസ് നാഗ്പൂർ മുനിസിപ്പൽ കോർപ്പറേഷന്റെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറായി മാറി. ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രണ്ടാമത്തെ മേയർ എന്ന ബഹുമതിയും അദ്ദേഹത്തിനുണ്ട്. 1999 മുതൽ നിയമസഭയിൽ നാഗ്പൂരിന്റെ പ്രതിനിധിയാണ് ദേവേന്ദ്ര ഫട്നാവിസ്. മഹാരാഷ്ട്രയ്ക്ക് നാഗ്പൂരിന്റെ സമ്മാനം എന്നാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫട്നാവിസിനെ കുറിച്ച് പറഞ്ഞത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേരിട്ട തിരിച്ചടിയിലും പാർട്ടിയുടെ മനോവീര്യം കാത്തു സൂക്ഷിക്കാൻ ഫട്നാവിസ് രാപ്പകലില്ലാതെ ഓടി നടന്ന് പ്രവർത്തനം നടത്തിയിരുന്നു. 5 മാസത്തിനിടെ സംസ്ഥാനത്തെ 36 ജില്ലകളിലും 75 റാലികളാണ് അദ്ദേഹം നടത്തിയത്. കഠിനാധ്വാനത്തിന്റെയും ആത്മാർത്ഥതയുടെയും കാര്യത്തിൽ ഫട്നാവിസ് ഒരു മാതൃകയാണെന്ന് എതിരാളികൾ പോലും സമ്മതിക്കുന്ന കാര്യമാണ്. തിര അടങ്ങിയെന്ന് കരുതി തീരത്ത് വീട് വെക്കരുത്, ഞാൻ കടലാണ്, തിരിച്ചു വരും. 2019-ൽ അജിത് പവാറിന്റെ പിന്തുണയോടെ മുഖ്യമന്ത്രിയായി 4 ദിവസത്തിനുള്ളിൽ രാജിവെക്കേണ്ടി വന്നപ്പോൾ ദേവേന്ദ്ര ഫട്നാവിസ് കോൺഗ്രസിനും ഉദ്ധവ് താക്കറേക്കും നൽകിയ മുന്നറിയിപ്പായിരുന്നു ഇത്. 5 വർഷം പിന്നിടുമ്പോൾ ഫട്നാവിസ് പറഞ്ഞത് യാഥാർത്ഥ്യമായി മാറുകയാണ്. മഹാരാഷ്ട്രയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കൊടുങ്കാറ്റായി BJP മാറുകയും ചെയ്തു. കോൺഗ്രസും ശിവസേന UBTയും NCP SP വിഭാഗവും തകർന്നടിഞ്ഞു. BJPക്കൊപ്പം നിന്ന ശിവസേന NCP വിഭാഗങ്ങൾ കരുത്ത് കാണിക്കുകയും ചെയ്തു. സംസ്ഥാനത്ത് BJPയുടെ ഏറ്റവും വലിയ വിജയമാണ് ഫട്നാവിസിന്റെ നേതൃത്വത്തിൽ സ്വന്തമാക്കിയത്. RSS നേതൃത്വത്തിന്റെ വിശ്വസ്തനും മഹാരാഷ്ട്രയിൽ BJPയുടെ വളർച്ചയിൽ നിർണായക പങ്കുവഹിച്ച നേതാവുമായ ഫട്നാവിസിനെ നേതൃത്വം കൈവിടില്ല എന്ന് ഒരിക്കൽ കൂടെ തെളിയിക്കുകയാണ്. BJP അധ്യക്ഷ സ്ഥാനത്ത് JP നദ്ദയുടെ പിൻഗാമിയായി ഫട്നാവിസിനെ പരിഗണിക്കാനും സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. അമിത്ഷാ കഴിഞ്ഞാൽ നിതിൻ ഗഡ്കരിക്കൊപ്പമുള്ള ഒരു സ്ഥാനത്തേക്കാണ് ദേവേന്ദ്ര ഫട്നാവിസ് ചുവടുവെച്ച് കയറുന്നത്. വാർഡ് മെമ്പറിൽ നിന്നും ദേശീയ നേതാവിലേക്കുള്ള ആ യാത്ര എളുപ്പത്തിൽ സംഭവിച്ചൊരു കാര്യമല്ല. കഠിനാധ്വാനം കൊണ്ടുതന്നെയാണ് ദേവേന്ദ്ര ഫട്നാവിസ് ഈ പദവിയിലേക്ക് എത്തുന്നത്.